ലങ്കൻ വേദിയിലുയർന്ന ആർപ്പുവിളികളിൽ അസ്തമിക്കാത്ത ഇന്ത്യൻ വിജയതീരത്തിന് ഇത് മനോഹര നിമിഷങ്ങൾ. ഏഷ്യൻ ചാമ്പ്യൻ പട്ടത്തിനായി ലങ്കൻ കടൽ കടന്ന് രൺഗിരിദാംബുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ബംഗ്ലാക്കടുവകളെ തകർത്ത് ഇന്ത്യൻ പെൺപട കലാശപ്പോരിലേക്ക്. ക്യാപ്റ്റൻ അത് മന്ദാനയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കത് നിറഞ്ഞ മന്ദഹാസത്തിൽ അവസാന മത്സരത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ വീരോചിത മുന്നേറ്റം. ടോസുമായി ബാറ്റ് ചെയ്തിയ ബംഗ്ലാദേശിന്റെ ഏഷ്യൻ കിരീടമോഹത്തിനുമേൽ ബൌളിംഗ് കൊടുങ്കാറ്റടിച്ചൊരു വിജയമധുരമാണ് ഇന്ത്യ നുണഞ്ഞത്. തുടക്കം മുതൽ ബംഗ്ലാ ബാറ്റിംഗ് നിരയെ വരിഞ്ഞുമുറുക്കിയ മിന്നൽ ബൌളിംഗ് ഇന്ത്യ പുറത്തെടുത്തപ്പോൾ 46 വിക്കറ്റ് നഷ്ടത്തിൽ അവർ പകച്ചു നിന്നു. രേണുകയും രാധാ യാദവും ചേർന്ന് 6 വിക്കറ്റുകൾ കൊയ്ത് ഫൈനൽ പ്രവേശനത്തിൽ ഇന്ത്യൻ രൗദ്രഭാവം പുറത്തെടുത്തു. ക്യാപ്റ്റൻ നിഗർ സുൽത്താന പൊരുതി നിന്നെങ്കിലും കൂടെ പൊരുതാൻ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയിൽ ആരുമുണ്ടായില്ല. പവർ പ്ലേയിൽ 3 വിക്കറ്റ് നഷ്ടമായ ബംഗ്ലാദേശിന് പിന്നീട് നിലയുറപ്പിക്കാനായതേയില്ല. വെറും 80 അവസാനിച്ച ബംഗ്ലാദേശ് ബാറ്റിംഗിന് മറുപടി പറയാൻ നീലപ്പടയുടെ പെൺപുലികൾ മൈതാനത്തിറങ്ങി. കാര്യങ്ങൾ എളുപ്പമെങ്കിലും അതിലും അനായാസ ബാറ്റിംഗ് വിരുന്നൊരുക്കി രാജകീയ ഫൈനൽ പ്രവേശനം. ക്യാപ്റ്റൻ മന്ദാനയും ഷെഫാലിയും ചേർന്നുള്ള കൂട്ടുകെട്ടിന് ഇവിടെയും അവസാനമില്ല. തുടക്കം മുതൽ ബംഗ്ലാ ബൌളിംഗ് ത്രയങ്ങളെ അടിച്ചുപറത്തിയ ഇന്ത്യൻ ഓപ്പണർമാരുടെ ക്ലാസിക് ബാറ്റിംഗിൽ 10 വിക്കറ്റിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യൻ സംഘം നേടിയത്. അർദ്ധശതകം നേടി മന്ദാനയും ഷെഫാലിയുടെ 26 കൊണ്ട് പക്വമായ ഇന്നിംഗ്സാണ് ഇന്ത്യ കെട്ടിപ്പടുത്തത്. 1 വിക്കറ്റ് പോലും നഷ്ടമാകാതെ ഓവർ 9 ബാക്കി നിൽക്കെ വൻ വിജയത്തിൽ ആരാധകർ ആവേശ നിമിഷങ്ങളിലാണ്. ഒടുവിലെ കലാശപ്പോരിൽ മന്ദാനയുടെ മന്ദസ്മിതത്തിൽ ഇന്ത്യ ഏഷ്യ കപ്പിൽ മുത്തമിടുന്നതും കാത്ത് ആരാധകർ കാത്തിരിപ്പിലാണ്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.